ഗൈസ് അപ്പം എല്ലാവരും അറിഞ്ഞ പോലെ നമ്മുടെ മലപ്പുറം കുറ്റിപ്പുറത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള അപകടം നടന്നിരിക്കുകയാണ്. ആഹ് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിരുന്ന പ്രൈവറ്റ് ബസ്, അതായത് ലോങ് റൂട്ട് പ്രൈവറ്റ് ബസ് നമ്മുടെ കുറ്റിപ്പുറം ROB, അതായത് റെയിൽവേ ഓവർ ബ്രിഡ്ജ്. നമുക്കറിയാം റെയിൽവേ ഓവർ ബ്രിഡ്ജ് എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നു അതിന്റെ ഒരു പ്രവർത്തനം നടന്നിരുന്നത്, എത്ര റിസ്ക് പിടിച്ചിട്ടായിരുന്നു ആ ഒരു ജോബ് നടന്നത്. ആ ഒരു സ്ഥലത്തടുത്ത് തന്നെയാണ് അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാലുണ്ടല്ലോ, ആ പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആദ്യം തന്നെ പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ അപകടത്തിന് കാരണം എന്ന് പറയാനല്ല ഞാനിവിടെ വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓവർ സ്പീഡാണ്. പക്ഷെ വെറും ഓവർ സ്പീഡ് മാത്രമാണോ ഇതിന് കാരണം എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് അവിടുത്തെ കണ്ടീഷൻസ് ആദ്യം നോക്കാം. അതിന് മുന്നേ നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. അപ്പൊ ഈ വീഡിയോയിൽ കണ്ട പോലെ വളരെയധികം മഴ പെയ്തെടുക്കുന്ന റോഡാണ്. അപ്പം നാഷണൽ ഹൈവേ 66 ഒരു മാസം അറ്റ്ലീസ്റ്റ് 3-4 പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യം നല്ല ടോളാണ്. നമുക്കറിയുന്ന പോലെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് പോകുമ്പോൾ 2 ടോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ആ ടോളിനുള്ള റോഡ് ഉണ്ട്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സിറ്റ് പോയിന്റ്സ്, എൻട്രി പോയിന്റ്സ് ഒക്കെ ഉള്ള കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന റോഡ് തന്നെയാണ്. അതുകൊണ്ട് ആ റോഡ് അശാസ്ത്രീയമാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മാറ്റി നിർത്താം. കാരണം നമുക്ക് മലപ്പുറത്തെ ജോഗ്രഫി അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ വടക്കൻ ഭാഗങ്ങളിൽ, ഇപ്പം കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മലപ്പുറം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ആണെങ്കിലും, കാസർഗോഡ് പിന്നെ നമുക്ക് ഒഴിവാക്കാം, ബാക്കിയുള്ള എല്ലാ ജില്ലകളിലുള്ള റോഡുകളുടെ ജോഗ്രഫി നമുക്കറിയാം. അതുകൊണ്ട് മലപ്പുറത്ത് 6 വരി ഉണ്ടാക്കിയാലും അതിന് വളവുണ്ടാവും. കാരണം നമുക്ക് അത് സ്ഥലം ഏറ്റെടുക്കാൻ നികത്താനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോ എല്ലായിടത്തും സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആക്ച്വലി 6 വരിയാണെന്ന് വെച്ചാൽ നമുക്ക് തോന്നിയ സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം ആ റോഡിന്റെ ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സ്പീഡിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്ത് ഇത്രയും കാലം വണ്ടി ഓടിച്ച എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മൾ അത്യാവശ്യം ഒരു നല്ല സ്ട്രെച്ച്, ഒരു ഓപ്പൺ റോഡ് കിട്ടി കഴിയുമ്പോഴേക്കും ഒരു വളവ് കാണും. അപ്പൊ വളവിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു 100-120 കിലോമീറ്റർ പോകുന്ന ഒരു കാറിന്റെ കാര്യം ഞാൻ പറയുന്നത്. കാറാണെങ്കിൽ പോലും കൺട്രോൾ പോകും. അപ്പൊ നമുക്ക് വളവെത്തുമ്പോൾ വീണ്ടും ഒരു 80ലേക്ക് കയറ്റി സ്പീഡ് കുറയ്ക്കേണ്ട അവസ്ഥ വരും. അപ്പൊ വളവുകൾ ഒരു പ്രശ്നമാണ്. പക്ഷെ നമുക്കതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 6 വരി ആയത് തന്നെ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കാം. നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ കിട്ടിയല്ലോ കേന്ദ്രത്തിൽ നിന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ മെയിൻ വില്ലനായത് മഴ തന്നെയാണ്. മഴയത്ത് കൂടെ നാഷണൽ ഹൈവേ 66 ധാരാളം പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഞാനെന്നല്ല, അതിലൂടെ പോകുന്ന ഏതൊരാളും നോട്ടീസ് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് പല ധാരാളം ഓവർ പാസുകളും അണ്ടർ പാസുകളും ഒക്കെ കൂടിയിട്ടാണ് ഇപ്പൊ ഏറ്റവും പുതിയ 6 വരി വന്നത്. അതായത് ഒരു സ്ഥലത്തുമ്പം 2 തെങ്ങിന്റെ അകരത്തിലായി നമ്മൾ താഴെ കൂടെ പോകുന്നു. ചില ഭാഗങ്ങളിൽ 10 തെങ്ങിന്റെ അകരത്തിൽ കൂടെ നമ്മൾ മുകളിലൂടെ പോകുന്നു. അങ്ങനെ ധാരാളം വയഡക്റ്റുകളൊക്കെ ആയിട്ടും അങ്ങനെ ധാരാളം പുതിയ തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രശ്നം, ചില ഭാഗങ്ങളിൽ ഈ കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോവാണ്ട് കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കുറ്റിപ്പുറത്ത് ആ ഒരു CCTV ദൃശ്യങ്ങളിലൊന്നും അത് വ്യക്തമല്ല. അപ്പം ഒരിക്കലും ഒരു വെള്ളക്കെട്ട് കൊണ്ടാണ് വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഓവർ സ്പീഡ് ആദ്യം തന്നെ നമുക്ക് പറയാം, 100% ഓവർ സ്പീഡ് തന്നെയായിരുന്നു ആ വണ്ടി. കാരണം അത് ഏത് പൊട്ടൻ ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും. പിന്നെ പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഓവർ സ്പീഡ് തന്നെയാണ് ആദ്യത്തെ കാര്യം. പിന്നെ വന്നതാണ് വണ്ടിയുടെ ടയർ. അത് പലവരും ന്യൂസ് ചാനലുകാരെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇത് റീസോൾ ചെയ്തിട്ടില്ല, മൊട്ടയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മള് പറയാം പ്രിയദർശിനി വന്നു. അപ്പം സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് ബസ് നഷ്ടത്തിലാണ് ഓടുന്നത്. ഇതിനു മുന്നേയും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. പ്രിയദർശിനി വന്നുകൊണ്ട് ഇപ്പൊ എങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും പ്രൈവറ്റ് ബസ്സുകാർ അപ്പം ആൾക്കാർ ഒന്നും കുറവ്. പിന്നെ അതിന്റെ പുറമെ ഈ ലേറ്റ് ആയിട്ട് ട്രിപ്പ് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സുകൾക്ക് പലതും രാമനാട്ടുകര വരെ ഇവിടെ ഇല്ലാത്ത ബ്ലോക്കാണ്. നമ്മുടെ അവിടെ ഫറൂഖില് ഫറൂഖ് കഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പാലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മെയിൻ റീസൺ ആണ്. അപ്പൊ ആ ഒരു ബ്ലോക്കിൽ പെട്ട സമയം തിരിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും നാഷണൽ ഹൈവേ തന്നെയാണ് സ്പീഡ് ചെയ്യുന്നത്. അപ്പൊ അത് വേറൊരു കാര്യം. അപ്പൊ വീണ്ടും നമുക്ക് ഈ ഒരു ആക്സിഡന്റിലേക്ക് തിരിച്ചു വരുമ്പം
ഹൈഡ്രോ പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ മരിച്ചു, ധാരാളം പേര് ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഉണ്ട്, പലവരും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾ ഹോസ്പിറ്റലായിരുന്നു, ഇപ്പൊ ഡിസ്ചാർജ് ആയി. അപ്പൊ അതിലൊക്കെ ഉണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് സ്പീഡ് കൊണ്ട് ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റിനൊക്കെ സ്പീഡ് കുറയ്ക്കുമ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് ഹാസ് നോട്ട് കിൽഡ് എനിവൺ, ഓൺലി ദ ഏർജ് ടു കിൽ ദ സ്പീഡ് ഹാസ് കിൽഡ് എവരിവൺ. അതായത് നോർമലി ബസ് നല്ല സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം ഒരു അടുത്ത എനിക്ക് തോന്നുന്ന ഒന്നെങ്കിൽ അയാള് എക്സിറ്റ് എടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നേരത്തെ വണ്ടി സ്കിഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് അയാൾ വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ആ വീഡിയോയിൽ കാണുമ്പോൾ. കാരണം ആ വീഡിയോയിൽ കാണുന്ന എൻട്രി പോയിന്റ് ആണ്, അതിലൂടെ ഒരിക്കലും ഒരു ബസ്സിന് എക്സിറ്റ് എടുക്കാൻ പറ്റൂല. അപ്പോ അയാളുടെ വണ്ടി ഇതിന് മുന്നേ ആ CCTV കാണുന്നതിന്റെ മുന്നേ തന്നെ വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി എങ്ങനെ കയ്യിൽ നിന്ന് പോവാന്നുള്ളതാണ് ഈ ഹൈഡ്രോ പ്ലാനിങ് ആയിട്ട് ഞാൻ ഈ പ്രതിഭാസമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റോഡിലൊരു കാർ അല്ലെങ്കിൽ ഒരു ബസ് ആണെങ്കിലും ഏത് വണ്ടി ആണെങ്കിലും പിടിച്ചു നിർത്തുന്ന ആദ്യത്തെ എലമെന്റ് ടയറിനകത്തുള്ള ഗ്രിപ്പാണ്, ബേസിക്കലി ഗ്രൂസ് ആണ്. അപ്പൊ ഈ ഗ്രൂസ് തേഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രിപ്പ് കിട്ടില്ല. ഇനിയിപ്പോ ഫുൾ കട്ടുള്ള ടയർ ആണെങ്കിലും ആ ഗ്രൂസിനകത്ത് ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു വണ്ടി 40, അല്ലെങ്കിൽ സപ്പോസ് നമുക്ക് ആ ബസ്സിന്റെ കാര്യം തന്നെ എടുക്കാം, 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ആ ബസ്സിന്റെ ഒരു കപ്പാസിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ 100 കിലോമീറ്റർ പോകുന്ന ആ ബസ്സിന്റെ. അതായത് ആ ഗ്രൂവിനകത്ത് കൂടെ വെള്ളം കയറി ഇറങ്ങുന്ന കപ്പാസിറ്റി കൂടുതലായി കഴിഞ്ഞാൽ ഈ ടയറിന്റെയും റോട്ടിലുള്ള ജലാംശത്തിന്റെ ഇടയിൽ ഒരു പാളി രൂപപ്പെടുകയാണ്. ഈ ഒരു പാളി രൂപപ്പെടുന്നതിനാണ് നമ്മൾ ഹൈഡ്രോ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് വെള്ളത്തിന്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ വണ്ടി വളരെ സ്പീഡിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ സംഭവിക്കാം. എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എന്റെ വണ്ടി ഇപ്പോൾ ടാറ്റയുടെ 5 EV ആണ്, എല്ലാം സേഫ്റ്റി എക്വിപ്ഡ് വണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്റെ ടയറിന്റെ കണ്ടീഷൻ മോശമായിരുന്നു. ഈ കഴിഞ്ഞ 2 മാസം മുന്നേ നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു 60-70 കിലോമീറ്ററിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. അത്യാവശ്യം മഴ ഉണ്ട്, പക്ഷെ ഒരു നോർമൽ സ്പീഡ് തന്നെയാണ് ഞാൻ പോകുന്നത്. 60-70 എന്ന് പറയുന്നത് സാധാരണ സ്പീഡ് അല്ല, മഴയത്ത് പ്രത്യേകിച്ച്. ഞാൻ പെട്ടെന്ന് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, വണ്ടി കയ്യിൽ നിന്ന് പോകുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടുന്നു. ഒരു 5-10 സെക്കൻഡ് എന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി വണ്ടി പോയി. എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മാത്രമല്ല, തിരിച്ച് സ്റ്റിയറിംഗ് തിരിക്കാൻ നോക്കുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. വണ്ടിയുടെ ഇഷ്ടത്തിന് ഒരു സൈഡിലേക്ക് പോവാ, ബാക്കി ദൈവം തമ്പുരാന്റെ കയ്യിലാണ്. അപ്പോ എത്രയോ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉള്ള ABS CBD ഒക്കെ ഉള്ള കാറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബസ്സിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ബസ് റംബിൾ സ്ട്രിപ്സ് കൂടെ പോകുമ്പോൾ തന്നെ അതിന്റെ കൺട്രോള് ബേസിക്കലി നഷ്ടപ്പെടും. അത് ബസ് ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത്യാവശ്യം സ്പീഡിലാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമുക്ക് ഹെവി ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നത്, നിങ്ങൾ റംബിൾ സ്ട്രിപ്സ് എപ്പോൾ കാണുന്നു അപ്പൊ കോഷൻ ആയിരിക്കും, നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്തിരിക്കണം. അതിപ്പോ ഹമ്പാണെങ്കിലും അതെ, കാർ ഓടിക്കുന്ന പോലെ അല്ല ഈ ഹെവി ഓടിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ബസ്സുകാരുടെ പോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, KSRTCക്കാർ തീരെ മോശമല്ല. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി, റിസർച്ച് നടത്തിയിട്ട് ഒരു പ്രോപ്പർ രീതിക്ക് ഈ പ്രൈവറ്റ് ബസ്സുകാരെ ഒരു ബോധവൽക്കരണം നടത്തി, കാരണം നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെയൊക്കെ ജീവൻ എന്നുള്ള ഒരു ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ, KSRTCയിലും കൂടെയാണ് ഇത് രണ്ടു പേർക്കും ബാധകമാണ്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ഉത്തരം കിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പോ ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടു, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള അവര് ഇതിനകത്ത് ഇനീഷ്യൽ സ്റ്റഡി നടത്തിയിട്ട് അത് റോഡിന് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് പറഞ്ഞു. ഇതിലും ലക്ഷക്കണക്കിന് വണ്ടികൾ ദിവസം തോറും പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡാണ് നാഷണൽ ഹൈവേ 66. പനവേല് തൊട്ട് കന്യാകുമാരി വരെ ഉള്ള റോഡാണ്. അപ്പോ ഇതിനകത്ത് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ള സ്ട്രെച്ച് നമ്മുടെ മലപ്പുറം ഫുൾ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് ഫസ്റ്റ് റീച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ ഓപ്പൺ ആയിരുന്നു. സെക്കൻഡ് റീച്ചിനൊക്കെ പണി നടക്കുകയെന്ന് അറിയാൻ കഴിഞ്ഞു. അത് നമുക്ക് ലെറ്റ്സ് ലീവ് ദാറ്റ്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ വണ്ടികൾ ഇതിൽ സ്ഥിരം പോയിട്ട് അവർക്കൊന്നും പറ്റാത്ത ഒരു സംഭവം ഈ ഒരു ബസ്സിന് മാത്രം സംഭവിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഓവർ സ്പീഡ് കാരനാണ്. അതുപോലെ തന്നെ ഹൈഡ്രോ ലോക്കിംഗ് അഥവാ ടയർ ഗ്രിപ്പ് കിട്ടാതെ ബേസിക്കലി വണ്ടി തെന്നി മാറിയ പ്രതിഭാസം തന്നെയാണ്. ഇതേപോലുള്ള പ്രതിഭാസങ്ങൾ മനുഷ്യജീവനുകൾ എടുക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നിർത്തുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, എസ്പെഷ്യലി മഴക്കാലത്ത്. അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.